കറണ്ട് എവിഡൻസ് ഓഫ് എവല്യൂഷന് അടുത്ത എക്സാമ്പിളാണ് റെസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം പറഞ്ഞു, എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ വൈറ്റ് വിങ്ങിനെയും അതുപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഡാർക്ക് വിങ്ങിനെയും നേച്ചർ സെലക്ട് ചെയ്തത്. അതുപോലെ അടുത്ത ഒരു എവിഡൻസ് വരുന്നത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും. സോ നമുക്കറിയാം ഒരുപാട് ഹെർബിസൈഡ്സുകളും അതുപോലെ ഒരുപാട് പെസ്റ്റിസൈഡ്സുകളും ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സസ് ആയിട്ട് അമിതമായിട്ട് ഹെർബിസൈഡ്സുകളും പെസ്റ്റിസൈഡ്സുകളും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ഈ ഹെർബിലും പെസ്റ്റിലും റെസിസ്റ്റൻറ്റ് ഹെർബ്സും റെസിസ്റ്റൻറ്റ് പെസ്റ്റുകളും ഉണ്ടാവാൻ തുടങ്ങി. ഈ പറഞ്ഞ ഹെർബിസൈഡിനും പെസ്റ്റിസൈഡിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയിലുള്ള ഹെർബുകളും അതുപോലെ പെസ്റ്റുകളും ഉണ്ടാവാൻ തുടങ്ങി. എക്സസീവ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എന്തിലേക്ക് ലീഡ് ചെയ്തു? റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹെർബ്സ് ആൻഡ് പെസ്റ്റ്. അമിതമായ ഈ ഹെർബിസൈഡ്സും പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം മൂലം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഹെർബ്സും പെസ്റ്റുകളും നാച്ചുറലി ഉണ്ടാവാൻ തുടങ്ങി ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട്. പിന്നീട് വേറെ എക്സാമ്പിൾ നമുക്കറിയാവുന്നതാണ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സുകളും ഡ്രഗ്സുകളും യൂസ് ചെയ്തിരുന്നു, ആ ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സും ഡ്രഗുകളും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തായി? ഈ മൈക്രോ ഓർഗാനിസംസ് ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സിനും ഡ്രഗ്സിനും റെസിസ്റ്റ് ചെയ്ത വെറൈറ്റികൾ, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളും വെറൈറ്റികളും മൈക്രോ ഓർഗാനിസംസും ഉണ്ടാവാൻ തുടങ്ങി. അതും ഇവല്യൂഷൻ്റെ ഭാഗമാണ്. സോ അമിത ഉപയോഗം നടന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് ഇവോൾവ് ചെയ്ത് പുതുതായി ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു എക്സാമ്പിൾ DDT. നമ്മൾ DDT ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു? വളരെ ഹൈലി ഇഫക്റ്റീവായിരുന്നു. ഈ പറഞ്ഞ മോസ്കിറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഇൻസെക്റ്റുകളെ, മോസ്കിറ്റോനെയും ഒരുപാട് ഇൻസെക്റ്റുകളെയൊക്കെ കിൽ ചെയ്യാനായിട്ട് ഹൈലി ഇഫക്റ്റീവായിരുന്നു DDT. എന്നാൽ DDTയുടെ അമിത ഉപയോഗം കാരണം എന്ത് സംഭവിച്ചു? വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, വെറും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇൻസെക്ട് ഡെവലപ്ഡ് റെസിസ്റ്റൻസ് ടു ഇറ്റ്. സോ ഇൻസെക്റ്റിനെയും ഈ പറഞ്ഞ മോസ്കിറ്റോസിനെയൊക്കെ കില്ല് ചെയ്യാനായിട്ടായിരുന്നു DDT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആദ്യഘട്ടങ്ങളിൽ അത് ഹൈലി ഇഫക്റ്റീവായിരുന്നു. പക്ഷേ ഇതിൻ്റെ അമിത ഉപയോഗം മൂലം എന്ത് സംഭവിച്ചു? ഈ DDTക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അത് ഇവല്യൂഷൻ. സോ ഇതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റ് ഫോമുകൾ പുതിയ സ്പീഷീസുകളായിട്ട് ഉണ്ടാവുന്നു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട്. സോ ഇതൊക്കെ നടന്നത് ചുരുങ്ങിയ സമയം കൊണ്ട്, ഷോർട്ട് ടൈം ഇൻ്റർവെല്ല് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ മാസങ്ങളാവാം, ഒരുപക്ഷെ വർഷങ്ങളാവാം. സോ മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും മാത്രം ഈ പറഞ്ഞ ടൈപ്പ് ഇവല്യൂഷൻ അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ വെറൈറ്റികൾ, റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ അമിത പ്രയോഗം കാരണം. സോ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇതുപോലത്തെ ഇവല്യൂഷണറി പ്രോസസ്സ് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആന്ത്രോപോജനിക് ആക്ഷൻ. ആർട്ടിഫിഷ്യലി മാൻമെയ്ഡ്, മനുഷ്യൻ മൂലം ഈ പറഞ്ഞ റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ഓഫ് ഹെർബ്സ് ആൻഡ് പെസ്റ്റ്, അതുപോലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ, അതുപോലെ DDTക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസെക്റ്റുകൾ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണ്. സോ മനുഷ്യൻ മൂലം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഇവല്യൂഷണറി പ്രോസസ്സുകൾക്ക് വിളിക്കുന്ന പേരാണ് ആന്ത്രോപോജനിക് ആക്ഷൻ. ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ ആന്ത്രോപോജനിക് ആക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് അല്ലെങ്കിൽ ബയോകെമിക്കൽസിന് റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ഉണ്ടാവുന്നതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവല്യൂഷൻ എന്ന് പറയുന്നത് നോട്ട് എ ഡയറക്റ്റ് പ്രോസസ്സ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയല്ല ഇവല്യൂഷൻ സംഭവിക്കുന്നത്. സോ കെമിക്കൽസിൽ നിന്നും ബയോകെമിക്കൽസിൽ നിന്നും റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ഹെർബ്സ്, പെസ്റ്റ്, ക്രോപ്പ് അങ്ങനെ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് പ്രോസസ്സല്ല. ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സാണ്. സ്റ്റൊക്കാസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് റാൻഡം. സ്റ്റൊക്കാസ്റ്റിക് അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള അതിവേഗതയിൽ നടക്കുന്ന, പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവല്യൂഷൻ. കാരണം ബേസ്ഡ് ഓൺ എന്തിൻ്റെ ബേസിലാണ് ഇവല്യൂഷൻ നടക്കുന്നത്? ബേസ്ഡ് ഓൺ ചാൻസ് ഇവൻറ്റ്. അപ്പോഴത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ അതിന് അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചാൻസ് ഇവൻറ്റുകളോ അല്ലെങ്കിൽ ചാൻസ് മ്യൂട്ടേഷൻസിൻ്റെയോ, ബൈ ചാൻസ് മ്യൂട്ടേഷൻ വരിക അല്ലെങ്കിൽ അവിടുത്തെ ഇവൻറ്റുകൾ ചേഞ്ച് ആവുക. സോ ചാൻസ് മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ടും ചാൻസ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഇവല്യൂഷൻ നടക്കുന്നത്. അതും വളരെ എന്താ പറയുക
ഡയറക്റ്റ് അല്ല ആ പ്രോസസ്സ്, അത് റാൻഡമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് ഈ റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ഉണ്ടായതിൽ നിന്ന്, ഇൻസെക്റ്റുകളും മൈക്രോ ഓർഗാനിസംസും ഒക്കെ ഉണ്ടായതിൽ നിന്ന്, ഈ കെമിക്കൽസും ബയോ കെമിക്കൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വേരിയസ് ലൈഫ് ഫോംസ് ഉണ്ടായതിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. സോ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സാണ്. അത് എന്താ പറയുക, ബേസ്ഡ് ഓൺ ചാൻസ് ഇവൻ്റ് അല്ലെങ്കിൽ ചാൻസ് മ്യൂട്ടേഷനുമാണ്.